സ്റ്റുഡൻസ്, +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ഭാഗമായി +1 അക്കൗണ്ടൻസിയുടെ 7ാമത്തെ ചാപ്റ്ററായ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ആൻഡ് റിസോഴ്സ് എന്ന ചാപ്റ്ററിലെ ഡിപ്രീസിയേഷൻ്റെ മീനിങ്, പ്രൊവിഷൻ, റിസോഴ്സ് അതിൻ്റെ മീനിങ്, അതുപോലെ ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ട് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന ഭാഗങ്ങൾ ഉൾപ്പെടുന്ന അതിൻ്റെ പ്രോബ്ലം ഉൾപ്പെടെയുള്ള ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്താണ് ഡിപ്രീസിയേഷൻ? എന്തിനാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? വാട്ട് ആൻഡ് വൈ ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡഡ്? Depreciation means decrease in the value of assets due to wear and tear, obsolescence, passage of time, etc. അസറ്റ്സിന് കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടോ വിയർ ആൻഡ് ടിയർ കൊണ്ടോ, അല്ലെങ്കിൽ അസറ്റ് ബിക്കം ഔട്ട് ഓഫ് ഡേറ്റ്, ഒബ്സലറ്റായി മാറുന്നു, അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ ഇങ്ങനെ കാലക്രമേണ അസറ്റ്സിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവിനെയാണ്, ഡിക്രീസിനെയാണ് ഡിപ്രീസിയേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ആൻഡ് ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ്സിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ക്രമേണ അതുപോലെ സ്ഥിരമായിട്ടുള്ളതും ഗ്രാജുവൽ ആൻഡ് പെർമനൻറ്റ് ഡിക്രീസ്, ആ തരത്തിലുള്ള കുറവിനെയാണ്, ഡിക്രീസിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു റീപ്ലേസ് ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഒരു ഫിക്സഡ് അസറ്റ്സിൻ്റെ യൂസ്ഫുൾ ലൈഫിന് ശേഷം പുതിയ അസറ്റ് മാറ്റി എടുക്കുന്നതിന്, അല്ലെങ്കിൽ ആ അസറ്റ് ഒഴിവാക്കി പുതിയ അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഇതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത് ഡെബിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് ഫിക്സഡ് അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the permanent and continuing diminution in the quality, quantity or value of a fixed asset. ഒരു ഫിക്സഡ് അസറ്റ്സിൻ്റെ ക്വാളിറ്റിയിൽ, ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വാല്യൂവിൽ ഉണ്ടാകുന്ന കണ്ടിന്യൂയിങ് ഡിമിനിഷൻ, ക്രമേണ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന കുറവിനെയാണ്, അല്ലെങ്കിൽ ഡിക്രീസിനെയാണ്, പെർമനൻ്റ് ആയിട്ടുള്ള ഡിക്രീസിനെയാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ: 1. വിയർ ആൻഡ് ടിയർ. 2. ഒബ്സലസൻസ്. 3. പാസേജ് ഓഫ് ടൈം. 4. ഡിപ്ലഷൻ. 5. ആക്സിഡൻറ്റ്. ഇങ്ങനെ പല വിധത്തിലാണ് ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ദീസ് ആർ ദ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ: വിയർ ആൻഡ് ടിയർ, ഒബ്സലസൻസ്, പാസേജ് ഓഫ് ടൈം, ഡിപ്ലഷൻ ആൻഡ് ആക്സിഡൻറ്റ്. എന്താണ് വിയർ ആൻഡ് ടിയർ? ദ കണ്ടിന്യൂസ് യൂസ് ഓഫ് അസറ്റ് റിസൾട്ട് ഇൻ വിയർ ആൻഡ് ടിയർ, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫേർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ, എക്സെട്ര. ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫേർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ, ഈ തരത്തിലുള്ള ഫിക്സഡ് അസറ്റുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന അതിൻ്റെ തേയ്മാനത്തെയാണ് വിയർ ആൻഡ് ടിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിപ്രീസിയേഷന് ഈ തരത്തിലുള്ള ഫിക്സഡ് അസറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവുമാണ്. ഇനി എന്താണ് ഒബ്സലസൻസ്? അസറ്റ്സ് ഡിസ്കാർഡഡ് ബിഫോർ ദർ യൂസ്ഫുൾ ലൈഫ്. അസറ്റിൻ്റെ ഇഫക്റ്റീവ് ലൈഫ് കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ്, ഉദാഹരണത്തിന് 10 വർഷം ലൈഫുള്ള ഒരു ഫിക്സഡ് അസറ്റ് 10 വർഷം ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ അസറ്റ്സിൻ്റെ ഫാഷനിൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ച് കൊണ്ട്, ഫാഷൻ ചേഞ്ച് കൊണ്ട് ഈ അസറ്റ്സിനെ ഒഴിവാക്കപ്പെടേണ്ടി വരുന്നുവെങ്കിൽ ആ തരത്തിലുള്ള ഡിപ്രീസിയേഷൻ കോസാണ്, അല്ലെങ്കിൽ കാരണമാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. അസറ്റ് ഡിസ്കാർഡഡ് ബിഫോർ ദർ യൂസ്ഫുൾ ലൈഫ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാഷൻ ഓർ ടെക്നോളജി ഈസ് കോൾഡ് ഒബ്സലസൻസ്. പാസേജ് ഓഫ് ടൈം. ദ വാല്യൂ ഓഫ് അസറ്റ് ഡിക്രീസസ് മിയർലി ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം. കാലഘട്ടം കടന്നു പോകുമ്പോൾ അസറ്റ് വീണ്ടും എന്തായി മാറുന്നു? ഔട്ട് ഓഫ് ഡേറ്റ് ആയി മാറുന്നു, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി മാറുന്നു. എക്സാമ്പിൾ: എ ന്യൂ കാർ പർച്ചേസ്ഡ് ലാസ്റ്റ് മന്ത് വിൽ നോട്ട് ഹാവ് ദ സെയിം വാല്യൂ ഈവൺ ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ സിംഗിൾ ഡേ. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുൻപ് വാങ്ങിയ ഒരു കാറ് ഒരു ദിവസത്തെ ഉപയോഗത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിലും അത് വാങ്ങിയപ്പോൾ കൊടുത്ത് അതിനുണ്ടാകില്ല, അതിൻ്റെ വിലയിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടാവും. സോ ഇത് ഡിപ്രീസിയേഷൻ, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റിന് കാരണം. പാസേജ് ഓഫ് ടൈം എന്നാണ് സൂചിപ്പിക്കുക. അടുത്ത് ഡിപ്ലഷൻ. ദ ടേം ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഡിപ്രീസിയേഷൻ ഓഫ് വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റ്സ് ആയിട്ടുള്ള ക്വാറി, മൈൻസ്, ഓയിൽ ഫീൽഡ്, അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സസുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ ടൈമാണ് ഡിപ്ലഷൻ. ഒബ്ജക്റ്റ് ടൈപ്പ് ചോദിക്കാറുണ്ട്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് മൈൻസ്, ക്വാറീസ്, ഓയിൽ ഫീൽഡ്സ് അല്ലെങ്കിൽ ഓയിൽ വെൽസ് ഡ്യൂ ടു കോൺസ്റ്റന്റ് എക്സ്ട്രാക്ഷൻ ഈസ് കോൾഡ് ഡിപ്ലഷൻ ഓർ എക്സോഷൻ. ആക്സിഡൻറ്റ്. an asset may reduce its value because of an accident. അസറ്റ്സിന് ഒരു ആക്സിഡൻറ്റ്, അപകടം സംഭവിച്ചതുകൊണ്ട് അസറ്റ്സിൻ്റെ വിലയിൽ കുറവ് വരുന്നു. അതിനാണ് ഇവിടെ ആക്സിഡൻറ്റ് എന്ന കോസ് സൂചിപ്പിക്കുന്നത്. ദെൻ ഫ്ലക്ച്വേഷൻ. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ് ഈസ് കോൾഡ് ഫ്ലക്ച്വേഷൻ. കറണ്ട് അസറ്റിലുണ്ടാകുന്ന അതിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യത്യാസത്തെയാണ് ഫ്ലക്ച്വേഷൻ എന്ന ടൈം കൊണ്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ.
ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് ഈ ടേമുകൾ എന്ന് നോക്കാം. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് എക്സെട്ര ആർ കോൾഡ് അമോർട്ടൈസേഷൻ. ഇൻടാഞ്ചിബിൾ അസറ്റ്സുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ ടൈമാണ് അമോർട്ടൈസേഷൻ. സ്ഥിരമായിട്ട് ഒബ്ജക്റ്റ് ടൈപ്പ് ചോദിക്കുന്നതിൽ വരുന്നതാണ്. ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡഡ് ടു ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്സ്. നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. എന്തിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? ഒന്നാമതായി ടു അസർട്ടൈൻ ദ ട്രൂ വാല്യൂ ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ കറക്റ്റായിട്ടുള്ള വാല്യൂ ലഭിക്കണമെങ്കിൽ, കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിപ്രീസിയേഷൻ എന്നുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തേ മതിയാകും. ഒരു അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ് എത്രമാത്രമാണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൺസ്യൂം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ എമൗണ്ടാണ് ഡിപ്രീസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി ടു പ്രസൻറ്റ് ട്രൂ ബാലൻസ് ഷീറ്റ്. ശരിയായ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തേ മതിയാകും. മൂന്നാമതായി ടു റീറ്റൈൻ ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അസറ്റ് റീപ്ലേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഹ്യൂജ് എമൗണ്ട് വേണ്ടി വരും. അപ്പോൾ ആ ഹ്യൂജ് എമൗണ്ട് ആ സമയത്ത് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അസറ്റ്സ് വാങ്ങിയതിന് ശേഷം അസറ്റ്സിൻ്റെ യൂസ്ഫുൾ ലൈഫ് വരെ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് ഡിപ്രീസിയേഷൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ഔട്ട്സൈഡ് ദ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ടു റീറ്റൈൻ ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. ആൻഡ് ഫോർത്ത് വൺ ടു അവോയ്ഡ് എക്സസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ലയബിലിറ്റി കൊടുക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. കാരണം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിന് ശേഷമുള്ള പ്രോഫിറ്റിന് ടാക്സ് കൊടുത്താൽ മതിയാവും. അഞ്ചാമതായി ടു ഫുൾഫിൽ ലീഗൽ റിക്വയർമെൻറ്റ്സ്. കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനീസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് ഫിക്സഡ് അസറ്റ്സിന് നിശ്ചിതമായ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിലും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തേ മതിയാകും. ഇത് ഈ 5 കാരണങ്ങളാണ് പ്രധാനപ്പെട്ട നീഡ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ ബേസിസ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? പ്രധാനമായും 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. 1 കോസ്റ്റ് ഓഫ് അസറ്റ്, 2 എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്, 3 എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. അസറ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ്. ദെൻ അസറ്റ്സ് എത്ര കാലം ഉപയോഗിക്കും എന്നുള്ള എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. അസറ്റ്സിൻ്റെ കാലഘട്ടം, ഉപയോഗ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ലഭിക്കുന്ന വാല്യൂ, സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ബ്രേക്കപ്പ് വാല്യൂ എന്നൊക്കെ പേരിൽ വിളിക്കുന്ന ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് അസറ്റ്. കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻക്ലൂഡ്സ്. അസറ്റിൻ്റെ കോസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നു? 1 പർച്ചേസ് പ്രൈസ് ഓഫ് അസറ്റ്, 2 ഇൻസ്റ്റലേഷൻ ചാർജസ് ഓഫ് അസറ്റ്, 3 ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഓഫ് അസറ്റ്, 4 ബ്രോക്കറേജ് ഓൺ അസറ്റ്. പർച്ചേസ് പ്രൈസ്, ഇൻസ്റ്റലേഷൻ ചാർജസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ബ്രോക്കറേജ് ഓർ കമ്മീഷൻ പേയബിൾ ഓൺ പർച്ചേസ് ഓഫ് അസറ്റ്. ഇത് 4 കൂടെ ചേരുന്നതാണ് അസറ്റ്സിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലാതെ അതിൻ്റെ പർച്ചേസ് പ്രൈസ് മാത്രമല്ല. ദെൻ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് അസറ്റ്. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ് മീൻസ് ദ പീരീഡ് ഫോർ വിച്ച് ദ അസറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി യൂസ്. എത്ര കാലത്തേക്ക് അസറ്റ് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അതാണ് അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ്. അതിന് ഇക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ് എന്ന പേരിൽ വിളിക്കുന്നുണ്ട്. ഇറ്റ് മേ ബി ഇൻ ടേംസ് ഓഫ് ഇയേഴ്സ്, മന്ത്സ്, അവേഴ്സ്, ഔട്ട്പുട്ട് യൂണിറ്റ്സ് ഓർ റണ്ണിങ് കിലോമീറ്റേഴ്സ്. അപ്പോൾ ഈ വിധത്തിലെല്ലാം അതിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ്, എത്ര മണിക്കൂർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എത്ര മാസം ഉപയോഗിക്കാം, അല്ലെങ്കിൽ എത്ര അവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എത്ര ഇയറാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്, എത്ര യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഓടാൻ കഴിയുന്നു, ഈ തരത്തിലൊക്കെ യൂസ്ഫുൾ ലൈഫിനെ പ്രതിപാദിക്കാറുണ്ട്. ദെൻ എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. ഇറ്റ് ഈസ് ദ വാല്യൂ വിച്ച് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി റിയലൈസ്ഡ് ഓൺ ദ സെയിൽ ഓഫ് അസറ്റ് ആഫ്റ്റർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അസറ്റ്സിൻ്റെ യൂസ്ഫുൾ ലൈഫിന് ശേഷം അസറ്റ് വിൽക്കുകയാണെങ്കിൽ, ഡിസ്കാർഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് വിറ്റൊഴിവാക്കുകയാണ്. അപ്പോൾ ലഭിക്കുന്ന വില എന്താണോ അതിനെ എസ്റ്റിമേറ്റ് ചെയ്തുമ്പോൾ അതാണ് സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ബ്രേക്കപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത്. It is also called residual value or salvage value or breakup value or scrap value. Methods of providing depreciation. പ്രധാനമായും നമുക്ക് 2 മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. വേറെ പല മെത്തേഡ്സ് ഉണ്ടെങ്കിലും നമുക്ക് പഠിക്കാനുള്ള 2 മെത്തേഡ്സ്. ഒന്ന് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, മറ്റൊന്ന് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിനെ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് എന്ന പേരിൽ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് വിളിക്കാറുണ്ട്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിനെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന പേരിലും വിളിക്കാറുണ്ട്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. In this method, a fixed percentage of the original cost of asset is written off every year so that the value of asset becomes 0 at the end of its useful working life. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഒറിജിനൽ കോസ്റ്റിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട്, നിശ്ചിത ശതമാനം, അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ കുറച്ചതിന് ശേഷം ലഭിക്കുന്ന വിലയെ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന തുകയാണ് ഡിപ്രീസിയേഷനായിട്ട് ഇവിടെ ചാർജ് ചെയ്യുന്നത്.
അപ്പോൾ എല്ലാ വർഷവും സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ, ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒറിജിനൽ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അസറ്റ്സിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ 0 ആയി മാറുന്ന മെത്തേഡ് കൂടിയാണിത്. The amount of depreciation charged annually will be constant or fixed. Amount of depreciation is equal to cost of asset. That means original cost of asset minus scrap value divided by estimated life of asset. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഡെപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചില പ്രോബ്ലത്തിൽ ഒറിജിനൽ കോസ്റ്റിൻ്റെ ഇത്ര ശതമാനം എന്നും പറയാറുണ്ട് ഡെപ്രീസിയേഷൻ. അങ്ങനെയാണെങ്കിൽ അത്രയും പെർസെൻറ്റേജ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. Then diminishing balance method of depreciation or return down value method of depreciation. In this method, a fixed percentage of depreciation is calculated annually on the book value of asset at the beginning of the every year. ഓരോ വർഷത്തിൻ്റെയും ഓപ്പണിംഗ് ഡേറ്റിൽ ഉണ്ടാകുന്ന അസറ്റ്സിൻ്റെ ബുക്ക് വാല്യൂവിന്മേൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരുന്നു, ഓരോ വർഷവും കുറഞ്ഞു വരുന്നു. അസറ്റ്സിൻ്റെ പർച്ചേസ് ഡേറ്റിൽ പർച്ചേസ് പ്രൈസിന്മേൽ അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റിൽ, പിന്നീട് ആ വർഷത്തെ അസറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷം ബാക്കിയുള്ള വിലയാണ് ബുക്ക് വാല്യൂ. ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷനാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. പിന്നീട് ആ ബുക്ക് വാല്യൂവിന്മേലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരും. It is calculated not on the original cost but on the book value of asset. The amount of depreciation charged in each year, each period is not uniform. It goes on decreasing year after year. ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് ബുക്ക് വാല്യൂവിന്മേൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുറഞ്ഞു വരുന്നു എന്നർത്ഥം. So amount of depreciation calculated in the equation book value of asset into percentage of depreciation divided by 100. Journal entries for depreciation. Then depreciation is directly charged to asset account. ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ട് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന രീതിയുമുണ്ട്. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്ന രീതിയുമുണ്ട്. നമ്മൾ പോപ്പുലറായി പഠിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് അസറ്റ് അക്കൗണ്ട് ചാർജ് ചെയ്യുന്ന രീതിയാണ്. അതിൻ്റെ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോർ പർച്ചേസ് ഓഫ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഓർ സപ്ലയേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ സപ്ലയേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, ക്യാഷ് കൊടുത്താണ് പർച്ചേസ് ചെയ്യുന്നത്, ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. രണ്ടാമത് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ അസറ്റ് അക്കൗണ്ട്. മൂന്നാമതായിട്ട് for transferring depreciation to profit and loss account at the year end, profit and loss account debtor, depreciation account. ഇനി അസറ്റ് വിൽക്കുകയാണെങ്കിൽ എന്താണ് എൻട്രി നോക്കാം. ഫോർ സെയിൽ ഓഫ് അസറ്റ് സോൾഡ് അറ്റ് സ്ക്രാപ്പ് വാല്യൂ, ബുക്ക് വാല്യൂയിലാണ് വിൽക്കുന്നതെങ്കിൽ, വിൽക്കുന്ന ഡേറ്റിലെ ബുക്ക് വാല്യൂയിൽ തന്നെയാണ് വിൽക്കുന്നതെങ്കിൽ ലാഭവുമില്ല നഷ്ടവുമില്ല. അപ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് റിയലൈസ്ഡ് ദാറ്റ് ഈസ് അറ്റ് ബുക്ക് വാല്യൂ ആൻഡ് ടു അസറ്റ് അക്കൗണ്ട്, ബുക്ക് വാല്യൂവിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നു. അസറ്റ്സിൻ്റെ വിൽപ്പന ഡേറ്റിൽ അസറ്റ്സിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണോ ആ വിലയിൽ തന്നെ വിൽക്കുകയാണെങ്കിൽ ലാഭവുമില്ല നഷ്ടവുമില്ല, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഇല്ല എന്നർത്ഥം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് വിറ്റപ്പോൾ കിട്ടിയ വില അതേ വില തന്നെയാണ് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ, അസറ്റ് അക്കൗണ്ടിനെ ആ വില കൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത എൻട്രി അസറ്റ് സോൾഡ് അറ്റ് ലെസ് ദാൻ സ്ക്രാപ്പ് വാല്യൂ ദാറ്റ് ഈസ് അറ്റ് എ ലോസിനാണ് അസറ്റ് വിൽക്കുന്നതെങ്കിൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, അസറ്റ് വിറ്റപ്പോൾ കിട്ടിയത് വക ക്യാഷ് റിയലൈസ്ഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ സെയിൽ. അപ്പോൾ ബുക്ക് വാല്യൂവും വിൽപ്പന വിലയും തമ്മിലുള്ള വ്യത്യാസം, ബുക്ക് വാല്യൂ കൂടുതലും വിൽപ്പന വില അതിനേക്കാൾ കുറവുമാണെങ്കിൽ ആ ഡിഫറൻസ് ലോസാണ്. ആ ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, വിറ്റപ്പോൾ കിട്ടിയത് വക ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ടോട്ടൽ ബുക്ക് വാല്യൂ അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. അസറ്റിൽ ബുക്ക് വാല്യൂ വരുന്നു, ക്യാഷിൽ സെല്ലിംഗ് പ്രൈസ് വരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് വരുന്നു. ഇനി അസറ്റ് സോൾഡ് at higher than the scrap value അല്ലെങ്കിൽ ബുക്ക് വാല്യൂ ദാറ്റ് ഈസ് അറ്റ് എ പ്രോഫിറ്റ്. അസറ്റ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് റിയലൈസ്ഡ് ടു അസറ്റ് അക്കൗണ്ട് ബുക്ക് വാല്യൂ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ അസറ്റ് വിറ്റപ്പോൾ കിട്ടിയ മുഴുവൻ തുകയും ഡെബിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ബുക്ക് വാല്യൂ പോർഷൻ അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ബുക്ക് വാല്യൂയും വിൽപ്പന വിലയും തമ്മിലുള്ള ഡിഫറൻസ് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത്രയാണ് അതിൻ്റെ എൻട്രീസ്. Then provision and resource. എന്താണ് പ്രൊവിഷൻ? These are amounts set aside out of profits to provide for. ഭാവിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നിശ്ചിതമായൊരു ലാബിലിറ്റി ഉണ്ടാകും, പക്ഷേ അതിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ആ തരത്തിലുള്ള എക്സ്പെൻസസോ അല്ലെങ്കിൽ ലാബിലിറ്റീസോ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. എമൗണ്ട് സെറ്റ് അസൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. നമുക്ക് ലഭ്യമായ പ്രോഫിറ്റിൻ്റെ നിശ്ചിത ശതമാനം ചില എക്സ്പെൻസോ ചില ലാബിലിറ്റിയോ ഭാവിയിൽ ഉണ്ടാകുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നു. ഉദാഹരണം provision for depreciation, provision for renewals or provision for decrease in the value of fixed asset. അല്ലെങ്കിൽ for any non liability, provide for any non liability of which the amount cannot be estimated with substantial accuracy. കൃത്യമായിട്ട് എമൗണ്ട് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരു ലാബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ആ ലാബിലിറ്റിക്ക് വേണ്ടി കുറച്ച് എമൗണ്ട് മാറ്റിവെക്കുകയാണെങ്കിൽ, പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഈ തരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാമാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ജനറലി ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ഇവയെല്ലാം ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഉദാഹരണം ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്.
അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഇതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഐറ്റംസ് ആണ്. Then types of provisions. A business organization maintains a number of provisions. The most important are the following. ഒരു ബിസിനസ് യൂണിറ്റിൽ പലതരത്തിലുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട താഴെ പേര് പറയുന്നു. ഒന്ന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, സൺഡേ ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, കൃത്യമായിട്ട് നേരത്തെ പണം തരുന്ന ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്ന ഡിസ്കൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്തു, അതിനുവേണ്ടിയുള്ള പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അതുപോലെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടുന്ന എമൗണ്ട് അല്ല, നമുക്ക് പണം കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് തിരികെ ലഭിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന അതൊരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്, ബാക്കിയുള്ളതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഇതെല്ലാം എക്സ്പെൻസിൽ പോർഷനിൽ വരുന്നതാണ്. ആൻഡ് എന്താണ് റിസർവ്? ദീസ് ആർ പ്രോഫിറ്റ് സെറ്റ് അസൈഡ് ആൻഡ് റീറ്റെയിൻഡ് ഇൻ ബിസിനസ് ടു പ്രൊവൈഡ് ഫോർ സർട്ടൻ ഫ്യൂച്ചർ നീഡ്സ് ലൈക്ക് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓർ മോഡേണൈസേഷൻ ഓർ ടു മീറ്റ് ഫ്യൂച്ചർ കണ്ടിൻജൻസീസ്. ഭാവിയിൽ ഉണ്ടാകുന്ന കണ്ടിൻജൻസി മീറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റൽ പർപ്പസിന് വേണ്ടിയിട്ടോ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ്, എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് ലഭ്യമായ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കപ്പെടുന്ന തുകയെയാണ് റിസർവ് എന്ന് പറയുന്നത്. ദീസ് ആർ അപ്രോപ്രിയേഷൻസ് ഓഫ് പ്രോഫിറ്റ്. റിസർവ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, പക്ഷേ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. സോ ദീസ് ആർ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ടു പ്രൊവൈഡ് ഫോർ അൺഎക്സ്പെക്റ്റഡ് ലോസസ് ഓർ കണ്ടിൻജൻസീസ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നഷ്ടങ്ങളെയാണ്, ലോസസിനെയാണ് കണ്ടിൻജൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ലോസസ്. ആൻഡ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസിൻ്റെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഇങ്ങനെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം കുറച്ച് കാലത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ഫോർ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്, അതിനാണ് റിസർവ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഷോൺ അണ്ടർ ദ ഹെഡ് റിസോഴ്സ് ആൻഡ് സർപ്ലസ് ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ റിസർവിലേക്ക് മാറ്റിവെക്കുന്ന തുക ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ എന്ന ഹെഡിലാണ് കാണിക്കുക. Then reserve fund. The term reserve fund means such reserves against which there is an earmarked investment outside the business in readily saleable securities. നമ്മൾ റിസർവായി മാറ്റിവെച്ചിരിക്കുന്ന തുക ബിസിനസ്സിന് പുറത്ത് മറ്റൊരു ഫണ്ടിൽ അല്ലെങ്കിൽ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിറ്റ് ക്യാഷാക്കാൻ പറ്റുമെങ്കിൽ ആ തരത്തിൽ മാറ്റിവെച്ചിരിക്കുന്ന ബിസിനസ്സിന് പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന റിസർവ് എമൗണ്ട് ആണ് റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടാണ് റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. Reserve fund is created for a specific purpose. So the fund can be used for that purpose only. ഒരു നിശ്ചിതമായ പർപ്പസിനാണ് ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പർപ്പസിന് മാത്രമേ ആ ഫണ്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. Then types of reserves. Different types of reserves are. പലതരത്തിലുള്ള റിസർവ്സ് ഉണ്ട്. ഒന്ന് റവന്യൂ റിസർവ്, മറ്റൊന്ന് ക്യാപിറ്റൽ റിസർവ്, മറ്റൊന്ന് ജനറൽ റിസർവ്, മറ്റൊന്ന് സ്പെസിഫിക് റിസർവ്. റവന്യൂ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, അതുപോലെ ജനറൽ റിസർവ്, അതുപോലെ സ്പെസിഫിക് റിസർവ്. എന്താണ് ഓരോന്ന് നോക്കാം. റവന്യൂ റിസർവ്. റിസർവ് ക്രിയേറ്റഡ് ഫ്രം റവന്യൂ പ്രോഫിറ്റ്സ്. റവന്യൂ പ്രോഫിറ്റിനാൽ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് ഗുഡ്സ് വിറ്റ് കിട്ടുന്ന ക്യാഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്രോഫിറ്റിനാൽ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിനാണ് റവന്യൂ റിസർവ് എന്ന് പറയാം. വിച്ച് അറൈസ് ഔട്ട് ഓഫ് നോർമൽ ബിസിനസ് ആക്ടിവിറ്റീസ്, നോർമൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ് ആൻഡ് ആർ ഫ്രീലി അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് ആർ കോൾഡ് റവന്യൂ റിസർവ്. ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് ലാഭവിഹിതമായി നൽകാൻ പറ്റുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ റെൻഡറിങ്ങിലൂടെ ലഭിക്കുന്ന നോർമൽ കോഴ്സ് ഓഫ് ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവാണ് റവന്യൂ റിസർവ് എന്ന് പറയുന്നത്. ദീസ് ആർ മെന്റ് ഫോർ ജനറൽ പർപ്പസസ് ഓർ സ്പെസിഫിക് പർപ്പസസ്. ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ റിസർവ് ജനറൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ജനറൽ റിസർവായി, ഒരു നിശ്ചിതമായ പർപ്പസിന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് സ്പെസിഫിക് റിസർവായി. ബേസ്ഡ് ഓൺ ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് യൂസ് ദീസ് ആർ ഓഫ് ടു ടൈപ്സ്. ഒന്ന് സ്പെസിഫിക് റിസർവ്, മറ്റൊന്ന് ജനറൽ റിസർവ്. എന്ത് പർപ്പസിന് അത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിസർവുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് സ്പെസിഫിക് റിസർവും മറ്റൊന്ന് ജനറൽ റിസർവ് എന്നും. ഇനി എന്താണ് ക്യാപിറ്റൽ റിസർവ്? എ റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആർ കോൾഡ് ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ പ്രോഫിറ്റിനാൽ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുക. ക്യാപിറ്റൽ പ്രോഫിറ്റ് അറൈസ് ഫ്രം ട്രാൻസാക്ഷൻസ് ഓഫ് ക്യാപിറ്റൽ നേച്ചർ, അതായത് സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് ഓർ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. ഈ തരത്തിൽ ക്യാപിറ്റൽ നേച്ചറിൽ വരുന്ന ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അങ്ങനെ ലഭിക്കുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവാണ് ക്യാപിറ്റൽ റിസർവ്. അതിന് ഉദാഹരണം സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്. അസറ്റുകൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന, ഫിക്സഡ് അസറ്റുകൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം, ഷെയർസിൻ്റെ മുഖവിലയേക്കാൾ കൂടിയ വിലയ്ക്ക് ഷെയറുകൾ വിൽക്കുകയാണെങ്കിൽ, ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കമ്പനിക്ക് അധികമായി ലഭിക്കുന്ന തുക, അതാണ് പ്രീമിയം എന്ന് പറയുന്നത്. ആ ലഭിക്കുന്ന പ്രീമിയത്തിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ്, ഇതെല്ലാം ക്യാപിറ്റൽ റിസർവിന് ഉദാഹരണങ്ങളാണ്. ഇനി എന്താണ് ജനറൽ റിസർവ്? എ റിസർവ് ക്രിയേറ്റഡ് ഫോർ ജനറൽ യൂസ് ഓർ നോട്ട് ഫോർ എനി സ്പെസിഫിക് പർപ്പസ്
പ്രത്യേകമായി നിശ്ചിതമായ ഒരു പർപ്പസിനല്ലാതെ കോമൺ ആയിട്ട് എന്ത് കാര്യങ്ങൾക്കും ഭാവിയിൽ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിസർവാണ് ജനറൽ റിസർവ്. ഇത് റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്രീ റിസർവ്സ്. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഫ്രീ റിസർവ്സ് എന്ന പേര് കൂടിയുണ്ട്. ഇറ്റ് ക്യാൻ ബി ഫ്രീലി യൂസ്ഡ് ഫോർ എനി പർപ്പസ് ആൻഡ് ഇറ്റ് സ്ട്രെങ്തൻസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും അതുപോലെ ഏത് ജനറൽ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന റിസർവാണ്. അതുകൊണ്ടാണ് ഇതിനെ ഫ്രീ റിസർവ് എന്ന പേരിൽ വിളിക്കുന്നത്. ഫ്രീ ആയിട്ട് ജനറലായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുമെന്നർത്ഥം. ഒരു സ്പെസിഫിക് പർപ്പസിന് ക്രിയേറ്റ് ചെയ്താണെങ്കിൽ സ്പെസിഫിക് റിസർവായി. ഇനി എന്താണ് സ്പെസിഫിക് റിസർവ്? എ റിസർവ് ക്രിയേറ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദാറ്റ് പർപ്പസ് ഓൺലി ഈസ് കോൾഡ് സ്പെസിഫിക് റിസർവ്. ഒരു നിശ്ചിത പർപ്പസിനായി മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിസർവിനെയാണ് സ്പെസിഫിക് റിസർവ് എന്ന് പറയാം. എക്സാമ്പിൾ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, അതുപോലെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവും ഡിബഞ്ചർ റിഡംഷൻ റിസർവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്പെസിഫിക് പർപ്പസിന് ഉപയോഗിക്കുന്ന റിസർവിനെയാണ് സ്പെസിഫിക് റിസർവ് എന്ന് പറയുക. ഇനി എന്താണ് സീക്രട്ട് റിസർവ്? ഇറ്റ് ഈസ് എ റിസർവ് വിച്ച് വിൽ നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കാണാൻ കഴിയില്ല. മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ജനറൽ റിസർവ് ആണെങ്കിലും സ്പെസിഫിക് റിസർവ് ആണെങ്കിലും ക്യാപിറ്റൽ റിസർവ് ആണെങ്കിലും അല്ലെങ്കിൽ റവന്യൂ റിസർവ് ആണെങ്കിൽ ഇതെല്ലാം ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ഉണ്ടാവും. പക്ഷേ സീക്രട്ട് റിസർവ് ആണെങ്കിൽ ആ റിസർവിനെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലും കാണില്ല, ലാബിലിറ്റി സൈഡിലും കാണില്ല. മാനേജ്മെന്റ് മേ ക്രിയേറ്റ് ദിസ് റിസർവ് ടു കൺസീൽ ദ റിയൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ ബിസിനസ് ഫ്രം ഔട്ട്സൈഡേഴ്സിൽ നിന്ന് ബിസിനസ്സിൻ്റെ യഥാർത്ഥമായ സ്ഥിതി വെളിപ്പെടാതിരിക്കാൻ വേണ്ടി, മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിസർവാണ്. ആ തരത്തിൽ അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന റിസർവാണ് സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത്. ഉദാഹരണം, സീക്രട്ട് റിസർവ്സ് ആർ ക്രിയേറ്റഡ് ബൈ. സീക്രട്ട് റിസർവുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് താഴെ പറയുന്ന മാർഗ്ഗങ്ങളുണ്ട്. 1, അണ്ടർ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക്, സ്റ്റോക്കിൻ്റെ വില കുറച്ച് കാണിക്കുക. 2, ചാർജിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് ഡെബിറ്റ് ചെയ്യുക. 3, ക്രിയേറ്റിംഗ് എക്സസീവ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സൺഡർ ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ബാഡ് ഡെപ്റ്റിന് അൺനെസസറി എമൗണ്ട് പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഷോവിങ് കണ്ടിൻജന്റ് ലാബിലിറ്റീസ് ആസ് ആക്ച്വൽ ലാബിലിറ്റീസ്. കണ്ടിൻജന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അങ്ങനെ ഒരു ലാബിലിറ്റി ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ലാബിലിറ്റീസിനെ ആക്ച്വൽ ലാബിലിറ്റീസ് ആയിട്ട് കാണിക്കുക. കണ്ടിൻജന്റ് ലാബിലിറ്റീസിനെ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടലിന് ശേഷം ഫുട് നോട്ടായിട്ടാണ് കാണിക്കുക. ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡിലും കാണിക്കില്ല, അസറ്റ് സൈഡിലും കാണിക്കില്ല. അതൊരു ഫുട് നോട്ടായിട്ടാണ് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ ആക്ച്വൽ ലാബിലിറ്റീസായി കാണിക്കുന്നു. ഈ വിധത്തിലൊക്കെയാണ് സീക്രട്ട് റിസർവുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: അരവിന്ദ് മിൽസ് പർച്ചേസ്ഡ് സം മെഷീനറി ഓൺ 1/1/2016 കോസ്റ്റിംഗ് ₹8,000. 1/1/2016 അരവിന്ദ് മിൽസ് 8,000 രൂപയുടെ മെഷീനറി വാങ്ങിയിരിക്കുന്നു. അത് ഒരു കോമ്പിനേഷൻ ഓഫ് മെഷീനറിയാണ്. ഓൺ 1/7/2018 ജൂലൈ 1 ദേ സോൾഡ് എ പാർട്ട് ഓഫ് മെഷീനറി. അവർ മെഷീനറിയുടെ ഒരു ഭാഗം വിറ്റു. വിച്ച് ഒറിജിനലി കോസ്റ്റ് ₹2,600 ഫോർ ₹1,700. 2,600 രൂപ ഒറിജിനൽ കോസ്റ്റുള്ള ഒരു പാർട്ട് ഓഫ് മെഷീനറി 1,700 രൂപയ്ക്ക് 2018 ജൂലൈ 1 വിൽക്കുന്നു. ദ കമ്പനി പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് 10%. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ 10% പെർ ആനം ഓൺ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. യു ആർ റിക്വയർഡ് ടു ഷോ മെഷീനറി അക്കൗണ്ട് ഫോർ 3 years എൻഡിങ് 31/12/2019. മെഷീനറി അക്കൗണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, കോളം ഹെഡിങ് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. മറ്റ് ലെഡ്ജർ ഫോളിയോ കോളങ്ങൾ ഇതിൽ കാണിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ കണ്ടന്റ് താഴെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, ക്യാഷ് പർച്ചേസ് എന്ന് അനുമാനിക്കുന്നു. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 1/1/2016 ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്യുന്നു. എമൗണ്ട് കോളത്തിൽ എമൗണ്ട് 8,000 രൂപ. ഇനി ആ വർഷം വേറെ അഡീഷണൽ പർച്ചേസും മറ്റു കാര്യങ്ങളില്ല. ആ വർഷത്തിൻ്റെ എൻഡിൽ ക്രെഡിറ്റ് സൈഡിൽ 31/12/2016 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. എൻട്രി ഇതാണ്: ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ്, മെഷീനറി അക്കൗണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് മെഷീനറി ഇൻറ്റു 10/100. 10% ആണ്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് മെഷീനറി ഇൻറ്റു 10% അല്ലെങ്കിൽ 10/100 ദാറ്റ് ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് 8,000. 8,000 ഇൻറ്റു 10/100 800 രൂപ. അപ്പോൾ ഇവിടെ 800 രൂപ ഡിപ്രീസിയേഷൻ കിട്ടുന്നു. ഇനി ഇവിടെ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് ഇവിടെ 8,000 എന്ന് പർച്ചേസ് പ്രൈസ് തന്നിട്ടുള്ളൂ. അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജസോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജസോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി അസറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് പർച്ചേസിൻ്റെ എമൗണ്ട് 8,000 താഴെ ഇൻസ്റ്റലേഷൻ ചാർജസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് എന്ന രൂപത്തിൽ വരണം. അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടി എഴുതേണ്ടതാണ്. ഇവിടെ അത് ഈ പ്രോബ്ലത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് എഴുതിയിട്ടില്ല. ഇനി ആദ്യത്തെ വർഷം വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മളത് ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ ഡെബിറ്റ് ടോട്ടൽ 8,000, ക്രെഡിറ്റ് ടോട്ടൽ 8,000 പോസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് 800 ക്രെഡിറ്റിലെ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. സോ അതേ ഡേറ്റിന് ക്ലോസിംഗ് ഡേറ്റ് 31/12/2016 ബാലൻസ് ക്യാരിഡ് ഓൺ. 8,000 നിന്ന് 800 കുറച്ചാൽ 7,200 ലഭിക്കുന്നു. നെക്സ്റ്റ് ഡേറ്റിൽ 1/1/2017 അത് ക്യാരി ഓവർ ചെയ്യുന്നു. ബാലൻസ് ബ്രോഡ് ഓൺ 7,200.
അതിൻ്റെ ആ ഇയറിൽ വേറെ കാര്യങ്ങൾ അഡീഷണൽ പർച്ചേസ് ഒന്നും പറഞ്ഞിട്ടില്ല. അഡീഷണൽ പർച്ചേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ പേര് വരും, അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ് വരും, എമൗണ്ട് വരണം. പക്ഷേ ഇവിടെ അഡീഷണൽ പർച്ചേസ് ഈ പ്രശ്നമില്ല. സോ ഇയർ എൻഡിൽ 31/12/2017 രണ്ടാമത്തെ ഇയർ എൻഡ് ഡിപ്രീസിയേഷൻ. അവിടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡിപ്രീസിയേഷൻ ഫോർ 2017 ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇനി 7200 ഇവിടെ ഓപ്പണിംഗ് ബാലൻസിലല്ല ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ഇത് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. അതുകൊണ്ട് ഒറിജിനൽ കോസ്റ്റ് 8000 തന്നെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. സോ ഇവിടെയും 8000 × 10 800 തന്നെ വരണം. ഇനി ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണെങ്കിൽ അടുത്ത മെത്തേഡാണെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് 7200 ഈ 7200 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടി വരിക. പക്ഷേ ഇത് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് ഡിപ്രീസിയേഷൻ എമൗണ്ട് വിൽപ്പന നടക്കുന്നതിനും വരെ സെയിം എമൗണ്ടായി തുടരും. ഇനി വീണ്ടും ഈ ഇയറിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, അഡീഷണൽ പർച്ചേസ് ഇല്ല, സെയിൽസ് ഇല്ല. സോ ആ ഇയർ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ 7200 ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ ബാലൻസ് ക്യാരിഡ് ഓൺ 6400. നെക്സ്റ്റ് ഇയറിൽ 1/1/2018 ബാലൻസ് ബ്രോഡ് ഓൺ ഡെബിറ്റ് സൈഡിൽ ഇങ്ങോട്ട് മാറ്റി എഴുതി ബ്രോഡ് ഡൗൺ ചെയ്തു 6400. ഇനി 1/7/2018 ആ ഇയർ എൻഡ് ആകുന്നതിന് മുൻപ് തന്നെ ഒരു പാർട്ട് ഓഫ് അസറ്റ് വിൽക്കുന്നുണ്ട്. ആ വിൽക്കുന്ന പോർഷൻ്റെ 1/7 വരെ, അത് 1/1/2018 മുതൽ 1/7/2018 വരെ, അതായത് ജൂലൈ 1-ാം തീയതി വരെ ആ വിൽക്കുന്ന പോർഷൻ്റെ അസറ്റ് വിൽക്കുന്ന ഡേറ്റിൽ ഡിപ്രീസിയേഷൻ 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതിൻ്റെ കാൽക്കുലേഷൻ ഡിപ്രീസിയേഷൻ 1 ഓൺ പാർട്ട് ഓഫ് അസറ്റ് സോൾഡ് ഫ്രം 1/1/2018 1/7/2018. ആദ്യത്തെ 2 വർഷം ഈ വിറ്റതിൻ്റെ ഡിപ്രീസിയേഷൻ 800 ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ 6 മാസം ഇയർ എൻഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഈ പോർഷൻ വിറ്റതുകൊണ്ട് ആ വിൽക്കുന്ന ഡേറ്റ് തന്നെ ആ പോർഷൻ്റെ ഈ വർഷത്തിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഈ വിൽക്കുന്ന ഡേറ്റ് വരെയുള്ള ഡിപ്രീസിയേഷൻ കാണിക്കുന്നു. അതായത് 1/1/2018 മുതൽ 1/7/2018 വരെയുള്ള വിറ്റ പോർഷൻ്റെ ഡിപ്രീസിയേഷൻ, അതായത് ഈ കാലയളവ് 1/1/2018 മുതൽ 1/7/2018 വരെ എന്ന് പറഞ്ഞാൽ 6 മാസം. ദാറ്റ് ഈസ് ഈക്വൽ ടു വിറ്റ പോർഷൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ കൂടെ തന്നിട്ടുണ്ട് 2600 രൂപ, വിച്ച് ഒറിജിനലി കോസ്റ്റ് ₹2600 എന്ന് പറയുന്നുണ്ട്, വിറ്റ ഡേറ്റും പറയുന്നുണ്ട്. അപ്പോൾ 2600 രൂപേൻ്റെ അസറ്റ് മെഷീനറിയാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ 2600 × 10/100 റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10% അതിലൊന്നും മാറ്റമില്ല. ഇനി പീരീഡ് ഒരു വർഷം 12 മാസം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 6 മാസമേ ഉള്ളൂ. അതുകൊണ്ട് 6/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 130 രൂപ എന്ന് ലഭിക്കുന്നു. ഒരു വർഷത്തേക്കാണെങ്കിൽ 260 രൂപ വരുന്നു. 6 മാസത്തേക്കായപ്പോൾ 130 രൂപ. ആ 130 രൂപയാണ് ഡിപ്രീസിയേഷൻ 1. ഇത് വിറ്റ പോർഷൻ്റെ 1/1/2018 മുതൽ 1/7/2018 വരെയുള്ള 6 മാസത്തെ ഡിപ്രീസിയേഷനാണ്. ഇനി വിൽക്കാതെ കണ്ടിന്യൂ ചെയ്യുന്ന ഡിപ്രീസിയേഷൻ വീണ്ടും വരും. ഇനി നമ്മളിവിടെ വീണ്ടും വിറ്റ പോർഷൻ എത്ര രൂപയ്ക്കാണ് വിറ്റതിൻ്റെ സെല്ലിംഗ് പ്രൈസ്, വിറ്റപ്പോൾ കിട്ടിയ തുക എൻട്രി പോസ്റ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് മെഷീനറി വിൽക്കുമ്പോൾ, അസറ്റ് വിൽക്കുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് മെഷീനറി, ക്യാഷിന് വിൽക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറിയാണ്. അപ്പോൾ 1700 രൂപയ്ക്ക് വിറ്റു എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്യുന്നു ഈ 1/7/2018 തന്നെ. അപ്പോൾ 1/7/2018 അത് വിൽക്കുമ്പോൾ 1700 രൂപയ്ക്ക് 2600 രൂപ ഒറിജിനൽ കോസ്റ്റ് ഉള്ളതാണ് വിൽക്കുന്നത് 1700 രൂപയ്ക്ക്. അപ്പോൾ 2700 1700 കുറച്ച് കഴിഞ്ഞാൽ 2600 നിന്ന് 1700 കുറച്ച് കഴിഞ്ഞാൽ 900 രൂപയുണ്ട്. ആ 900 രൂപ ലോസ് ആയിട്ട് കണക്കിലെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടോ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ഇയർ എൻഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നു. ഇപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിലാണ് ലഭിക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ്, വിറ്റ പോർഷൻ ഓഫ് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് സോൾഡ് 2600 ആൻഡ് ബുക്ക് വാല്യൂ ഓഫ് മെഷീനറി സോൾഡ് ഓൺ 1/7/2018. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വിറ്റ പോർഷൻ്റെ വാങ്ങിയ വില അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് 2600 ആണ്. വിൽക്കുന്ന ഡേറ്റിൽ 1/7/2018 ഇതിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ബുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ അപ് ടു ഡേറ്റ് ഓഫ് സെയിൽ. വാങ്ങിയപ്പോഴുള്ള ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് വാങ്ങിയ അന്ന് മുതൽ വിൽക്കുന്നതിനും വരെ എത്ര മാസമുണ്ടോ അല്ലെങ്കിൽ എത്ര വർഷവും എത്ര മാസമുണ്ടോ അത്രയും കാലത്തെ ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ബുക്ക് വാല്യൂ ലഭിക്കുക. ബുക്ക് വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് സെയിൽ, അതായത് ഒറിജിനൽ കോസ്റ്റ് 2600 മൈനസ് 1/1/2016 വാങ്ങിയ അസറ്റ് വിൽക്കുന്നത് 1/7/2018 എന്ന് പറഞ്ഞാൽ 2016 എന്ന വർഷം കഴിഞ്ഞു, 2017 എന്ന വർഷം കഴിഞ്ഞു, പിന്നെ 2018 6 മാസം കഴിഞ്ഞു. അത് എന്ന് പറഞ്ഞാൽ 2.5 വർഷം. അപ്പോൾ 2.5 വർഷത്തെ ഡിപ്രീസിയേഷൻ 2600 എന്ന ഒറിജിനൽ കോസ്റ്റുള്ള അസറ്റിൻ്റെ 2.5 വർഷത്തെ ഡിപ്രീസിയേഷൻ 10% നിരക്കിലെടുക്കുമ്പോൾ 2600 × 10/100 × 2.5 ഇയർ ആണ്. അപ്പോൾ അത് ഇയേഴ്സിലെടുത്താൽ മതി. 2.5 വർഷം, 2.5 വർഷം. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 650 രൂപ ലഭിക്കുന്നു.
അത്രയും 2.5 വർഷത്തേക്ക് 2600 ഡിപ്രീസിയേഷൻ 650 രൂപ. 2600 ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 10% 260, അടുത്ത വർഷം 260, പിന്നെ അതിൻ്റെ പകുതി 130. അപ്പോൾ 260 പ്ലസ് 130 എടുത്താലും 650 തന്നെ ലഭിക്കുക. അതാണ് 2.5 വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2.5 വർഷത്തെ ഡിപ്രീസിയേഷൻ കിട്ടാനാണ്. അപ്പോൾ 2600 എന്ന ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് 650 രൂപ 2.5 വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ചാൽ വിൽക്കുന്ന ഡേറ്റിൽ ഈ അസറ്റിന് 1950 രൂപ ബുക്ക് വാല്യൂ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആ 1950 രൂപയും വിൽക്കുന്ന വിലയായ 1700 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 250 രൂപ നഷ്ടം വന്ന് കിട്ടുന്നു. ദെർഫോർ സെല്ലിംഗ് പ്രൈസ് 1700 രൂപ, ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി 1700 മൈനസ് 1950. 1950 രൂപ വിലയുള്ള സാധനം 1700 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് സാരം. അതായത് 250 രൂപ എന്ന് ലഭിക്കുന്നു? ഡിപ്രീസിയേഷൻ എന്ന് ലഭിക്കും. ലോസ് ഓൺ സെയിൽ എന്ന് ലഭിക്കുന്നു. അതിവിടെ പോസ്റ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലോസ് ഓൺ സെയിൽ 250. ഇനി ബാക്കിയുള്ള അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ. ബാക്കിയുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ 2 ആണ്. ഓൺ അസറ്റ്സ് ആഫ്റ്റർ സെയിൽ 1/1/2018 മുതൽ 31/12/2018 വരെയുള്ള വിൽക്കാതെ ബാക്കിയിരിക്കുന്ന അസറ്റിൻ്റെ ഈ വർഷത്തെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷനോട് ബാക്കി എടുക്കേണ്ടത്. മൊത്തം അസറ്റ് പർച്ചേസ് 8000. അതിൽ വിറ്റതിൻ്റെ ഒറിജിനൽ കോസ്റ്റാണ് കുറയ്ക്കേണ്ടത്, ബുക്ക് വാല്യൂ അല്ല കുറയ്ക്കേണ്ടത്. 8000 നിന്ന് ഒറിജിനൽ കോസ്റ്റ് വിറ്റത് 2600 കുറച്ച് കഴിഞ്ഞാൽ 5400 രൂപയുണ്ട്. 5400ൻ്റെ 10% ഡിപ്രീസിയേഷൻ 540 എന്ന് കിട്ടിക്കുന്നു. രണ്ടാമത്തെ ഡിപ്രീസിയേഷൻ. ഇത് ഇനി കണ്ടിന്യൂ ചെയ്യുന്ന അസറ്റ്സിൻ്റെ ആ 1 ഇയറിലെ ഡിപ്രീസിയേഷനാണ്. ഇനി നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഡെബിറ്റ് ടോട്ടൽ 6400, ക്രെഡിറ്റ് 6400 തന്നെ. അപ്പോൾ ഇവിടെ വിറ്റതിൻ്റെ ഡിപ്രീസിയേഷൻ 6 മാസം 130, ക്യാഷ് സെയിലിംഗ് പ്രൈസ് 1700, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 250, ലോസ് ഓൺ സെയിൽ, ഡിപ്രീസിയേഷൻ 2. ഇനി കണ്ടിന്യൂ ചെയ്യുന്ന അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ 540, ദെൻ ബാലൻസ് ക്യാരി ഡൗൺ 3780 എന്ന് ലഭിക്കുന്നു. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാഷ് പ്രൈസൊക്കെ ഇവിടെ എടുക്കുന്നതിൻ്റെ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, മെഷീനറി അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ എടുക്കുന്നതിന് എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ, മെഷീനറി അക്കൗണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്നു. പ്രോഫിറ്റ് ആണെങ്കിൽ നേരെ തിരിയണം, എന്ത് വരും? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എൻട്രി വരും. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടതെന്ന് സാരം. ഇനി ഈ ക്ലോസിംഗ് ബാലൻസ് അടുത്ത വർഷം ഓപ്പണിംഗ് ഡേറ്റിൽ കാണിക്കുന്നു. 1/1/2019, ബാലൻസ് ബ്രോഡ് ഓൺ 3780. ഇനി 31/12/2019 ഡിപ്രീസിയേഷൻ. ബാക്കിയുള്ള അസറ്റ്സിന് 2019 ബാക്കിയുള്ള അസറ്റ്സ് എന്ന് പറഞ്ഞാൽ 8000 മൈനസ് 8000 ഉണ്ടായിരുന്നു പർച്ചേസ് ചെയ്തപ്പോൾ, അതിൽ നിന്ന് 2600 ഒറിജിനൽ കോസ്റ്റിൽ വിറ്റു, ബാക്കി 5400 തന്നെ. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ 540 തന്നെ, 540 രൂപ വരുന്നു. അഗെയിൻ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ 3780, അതിൽ നിന്ന് 540 ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ 3240 എന്ന് കിട്ടുന്നു. 1/1/2020 ബാലൻസ് ബ്രോഡ് ഓൺ 3240 എന്ന് ലഭിക്കുന്നു. ഇത്രയാണ് ഈ പ്രോബ്ലം പ്രകാരമുള്ള മെഷീനറി അക്കൗണ്ട് സൊല്യൂഷൻ. ഡിയർ സ്റ്റുഡൻസ്, +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ഭാഗമായി 7ാമത്തെ ചാപ്റ്ററിലെ ഡിപ്രീസിയേഷൻ എന്ന ചാപ്റ്ററിലെ തിയറിയും ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയാസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോബ്ലം ചെയ്തിരിക്കുന്നു. ഇത് അടുത്ത മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.